ഹിമാലയൻ താഴ്വരകളിലെ തണുത്തുറഞ്ഞ കാറ്റിൽ ഇന്ന് മുഴങ്ങുന്നത് വെറും ജലപ്രവാഹത്തിന്റെ ശബ്ദമല്ല, മറിച്ച് ദക്ഷിണേഷ്യയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും തന്ത്രപ്രധാനമായ നീക്കങ്ങളുടെയും പ്രതിധ്വനികളാണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ ഉയരാൻ പോകുന്ന സവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി വെറുമൊരു നിർമ്മാണ പ്രവൃത്തിയല്ല, അത് ഇന്ത്യയുടെ നയതന്ത്ര മാറ്റത്തിന്റെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ്. ഓപ്പറേഷൻ സവാൽകോട്ട് എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതി വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും എന്നത് ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞു. സിന്ധു നദീജല കരാറിൽ ചരിത്രപരമായ പശ്ചാത്തലവും ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ഈ പദ്ധതിയെ വെറുമൊരു അണക്കെട്ട് എന്നതിനേക്കാൾ ഒരു തന്ത്രപ്രധാനമായ ആയുധമാക്കി മാറ്റുന്നു. 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ജലക്കരാറുകളിൽ ഒന്നായാണ് കരുതപ്പെട്ടിരുന്നത്. നിരവധി യുദ്ധങ്ങളും അതിർത്തി തർക്കങ്ങളും ഉണ്ടായിട്ടും മാറ്റമില്ലാതെ തുടർന്ന ഈ കരാർ നദികളെ കിഴക്കൻ നദികളെന്നും പടിഞ്ഞാറൻ നദികളെന്നും രണ്ടായി വിഭജിച്ചു. സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും, സിന്ധു, ചലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ സിംഹഭാഗം ജലവും പാകിസ്ഥാനും നൽകപ്പെട്ടു. പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾക്കും മറ്റും നിയന്ത്രിതമായ അനുവാദം ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാന്റെ നിരന്തരമായ പരാതികളും അന്താരാഷ്ട്ര കോടതികളിലെ ഇടപെടലുകളും മൂലം പല പദ്ധതികളും പതിറ്റാണ്ടുകളോളം ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്നു. 1984-ൽ വിഭാവനം ചെയ്ത സവാൽകോട്ട് പദ്ധതിക്കും ഇതേ അവസ്ഥയാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ 2025 ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്നതായിരുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടരുന്നിടത്തോളം കാലം കരാർ ഏകപക്ഷീയമായി പാലിക്കേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയതോടെയാണ് സവാൽകോട്ടിന് പുതുജീവൻ ലഭിച്ചത്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന സവാൽകോട്ട് പദ്ധതി ഏകദേശം 5129 കോടി രൂപയുടെ ബൃഹത്തായ നിക്ഷേപമാണ് ആവശ്യപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ, രാംബാൽ ജില്ലകളിലെ സ്പർശിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഈ പദ്ധതിക്ക് 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. 192.5 മീറ്റർ ഉയരമുള്ള കൂറ്റൻ അണക്കെട്ടും 8 യൂണിറ്റുകളുള്ള ഭൂഗർഭ പവർ ഹൗസും ഇതിന്റെ ഭാഗമാണ്. സാങ്കേതികമായി ഇതൊരു റൺ ഓഫ് ദ റിവർ പദ്ധതിയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. നദിയിലെ വെള്ളം പൂർണ്ണമായി തടഞ്ഞു നിർത്തുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നില്ല, മറിച്ച് ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതിക വിശദീകരണങ്ങൾ അവരുടെ ആശങ്കകൾ അകറ്റാൻ പര്യാപ്തമല്ല. ചെനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണക്കെട്ടുകളുടെ ശൃംഖല തങ്ങളുടെ കാർഷിക മേഖലയുടെ മരണമണിയാകുമെന്ന് അവർ ഭയപ്പെടുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെയും കൃഷിയുടെയും നട്ടെല്ലാണ് സിന്ധു നദീജലം. രാജ്യത്തെ 90% കൃഷിഭൂമിയും ഈ നദികളിലെ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചെനാബ് നദിയിൽ നടത്തുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനത്തെയും ജലഭീകരവാദം എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സവാൽകോട്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ ബാംഗ്ലഹാർ, സലാൽ എന്നീ പദ്ധതികൾക്കൊപ്പം ഇന്ത്യക്ക് ചെനാബ് നദിയിലെ ജലപ്രവാഹത്തിൽ വൻതോതിൽ നിയന്ത്രണം ലഭിക്കും. തങ്ങളുടെ പഞ്ചാബ് പ്രവിശ്യയിലെ നെല്ല്, പരുത്തി കൃഷികളെ ഇത് സാരമായി ബാധിക്കുമെന്നും ഇന്ത്യ തങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. പാകിസ്ഥാനിലെ പ്രധാന ജലസ്രോതസ്സായ മലാല ഹെഡ്വർക്സിലേക്കുള്ള ജലപ്രവാഹത്തിൽ ഇതിനോടകം തന്നെ 90% കുറവുണ്ടായതായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധം എന്നാണ് അവർ വിളിക്കുന്നത്. ആയുധം കൊണ്ട് നേരിടാതെ ശത്രുരാജ്യത്തെ സാമ്പത്തികമായും പാരിസ്ഥിതികമായും തകർക്കുന്ന തന്ത്രം. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സവാൽകോട്ട് പദ്ധതി ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. കടുത്ത ശൈത്യകാലത്ത് വൈദ്യുതിക്കായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന കാശ്മീരിന് ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമാകും. പ്രാദേശികമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ കാശ്മീരിലെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. അധികമായി വരുന്ന വൈദ്യുതി ദേശീയ ഗ്രിഡിലേക്ക് നൽകുന്നതിലൂടെ സംസ്ഥാനത്തിന് വലിയൊരു വരുമാന മാർഗം കൂടിയാണ് ഇത്. എന്നാൽ കേവലം സാമ്പത്തിക നേട്ടത്തിനപ്പുറം നയതന്ത്ര ചർച്ചകളിൽ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം നൽകാൻ ഈ ജലനിയന്ത്രണത്തിന് സാധിക്കും. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻപത്തെ പ്രസ്താവനയുടെ പ്രായോഗിക രൂപമായാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ നീക്കത്തെ കാണുന്നത്. കരാറുകൾ ഏകപക്ഷീയമായി പാലിക്കപ്പെടാനുള്ളതല്ലെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കരാറുകൾ പുനർചിന്തയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇവിടെ നൽകുന്നത്. ഏതൊരു വൻകിട പദ്ധതിയുടെയും പോലെ സവാൽകോട്ടും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഹിമാലയൻ മലനിരകൾ പരിസ്ഥിതി ലോലമായ മേഖലയാണ്. വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും നദീതടത്തിലെ ജൈവ വൈവിധ്യത്തെ തകർക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. 192.5 മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ അവിടുത്തെ വനമേഖലയ്ക്കും ജലജീവികൾക്കുമുണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക എന്നത് വലിയൊരു കടമ്പയാണ്.
ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ ആശങ്കകളെ ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും നിർമ്മാണമെന്നും ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും പ്രാദേശികമായ ചില എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. സവാൽകോട്ട് പദ്ധതി കേവലം ഒരു ജലവൈദ്യുത പദ്ധതി എന്നതിനേക്കാൾ ഇന്ത്യയുടെ മാറുന്ന പ്രതിരോധ തന്ത്രത്തിന്റെ പ്രതീകമാണ്. ചർച്ചകളും കരാറുകളും വഴിമാറുന്നിടത്ത് വികസനത്തെയും പ്രകൃതി വിഭവങ്ങളെയും എങ്ങനെ തന്ത്രപ്രധാന മുൻതൂക്കത്തിനായി ഉപയോഗിക്കാം എന്നതിന്റെ ഉദാഹരണമാണിത്. പാകിസ്ഥാന്റെ ആശങ്കകൾ സ്വാഭാവികമാണെങ്കിലും ഭീകരവാദത്തോടുള്ള അവരുടെ സമീപനം മാറ്റാത്ത പക്ഷം ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യ തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിവരുന്ന ചെനാബിലെ ജലം ഇനി കാശ്മീരിലെ മണ്ണിൽ വെളിച്ചം നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിർത്തിക്കപ്പുറത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിയെഴുതും. ഭാരതത്തിന്റെ പരമാധികാരവും വികസന താൽപ്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ ദക്ഷിണേഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരും വർഷങ്ങളിൽ സവാൽകോട്ട് പദ്ധതിയുടെ ഓരോ ഘട്ടവും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.